ചതിയൻ ചന്തു അഖിൽമാരാർ ചതിച്ച് അവൻ എന്റെ ട്രോഫി എടുക്കൊണ്ടുപോയി. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. അങ്ങനെ പറയാൻ പാടില്ല, എന്തായാലും കുഴപ്പമില്ല. ജിനു അതുപോലെ തന്നെ പക്ഷെ പാവാണ് കേട്ടോ. ലൈക്ക് വീടെന്ന് പറയുമ്പോ ഇപ്പൊ നമുക്ക് ബിഗ് ബോസ് ഹൗസ് ആണ്, അവിടെ നിന്നപ്പോ പുറത്തു പോയാൽ മതി എന്ന് തോന്നുന്നു. അകത്ത് നിക്കുമ്പോ പുറത്ത് നിക്കുമ്പോ അകത്തോട്ട് പോകണം തോന്നും. നമ്മുടെ ബിഗ് ബോസ് പോലെ തന്നെയാണ്, പക്ഷെ 1 year നിക്കണം. പക്ഷെ പ്രൈസ് മണി നീ ചോദിക്കും എത്രയാന്ന്? 1 CR. എനിക്ക് പെർ ഡേ 1 lakh എങ്കിലും കിട്ടണം എന്നാലേ ഞാനുള്ളൂ. 2000 ഉണ്ട്. 2000 ഞാൻ വാങ്ങുന്ന ചപ്പലിന് പോലെ ഉണ്ടാവില്ല ചേച്ചി. എനിക്ക് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു. അപ്പം എന്നെ മാത്രല്ല, പേഴ്സണലി അല്ല, എന്റെ ബിസിനസിനെ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഗൂഗിൾ അക്കൗണ്ട്സ് ഒക്കെ പോയി. അങ്ങനെ ഞങ്ങൾക്ക് കുറെ ബാഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ഓൺടർപ്രണർ ആകുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിൽ നിന്നാണ് ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്, നോട്ട് ഹിയർ. ഇപ്പൊ ബിഗ് ബോസിനകത്ത് ആണെങ്കിലും പുറത്താണെങ്കിലും നമ്മുടെ ചുറ്റും കാണുന്ന ഇഷ്യൂസിന് നമ്മൾ റിയാക്ട് ചെയ്യണം. ചെയ്യാതെ പോകുമ്പോഴാണ് ആ ഇഷ്യൂസ് അവിടെ ഇഷ്യൂ ആയിട്ട് തന്നെ കിടക്കുന്നത്. എത്ര യങ്സ്റ്റേഴ്സ് പോയി വോട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ബ്ലെയിം ഗെയിം കളിച്ചിട്ട് കാര്യമില്ല. റൈറ്റ് കാൻഡിഡേറ്റ്, അവിടെ പാർട്ടി എന്നുള്ള കാര്യം ഞാൻ നോക്കാറില്ല. ഐ ഡോണ്ട് ബിലോങ് ടു എനി പാർട്ടി. സ്ട്രോങ് ആണെന്ന് വിചാരിച്ച കുറെ ഫ്രണ്ട്ഷിപ്പിന് നമുക്ക് അധികം ഒരു ഇത് കൊടുക്കാണ്ട് കണക്ഷൻ പയ്യെ ഡ്രോപ്പ് ആയ പോലെ ഒരു ഫീൽ ഉണ്ടോ? ഞാൻ ഫ്രണ്ട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്, ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളാണ്. നമുക്ക് ബിഗ് ബോസിൽ പോണ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇപ്പം ഒരു ഫെയിം അല്ലെങ്കിൽ മണി എന്നുള്ള സംഭവത്തിനേക്കാളൊക്കെ ഉപരി നമുക്ക് സെൽഫായിട്ടൊന്ന് ഗ്രോ ചെയ്യണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാവുന്നില്ലേ? അപ്പൊ ഇപ്പൊ ചേച്ചിക്ക് ബിഗ് ബോസിന് അറിയാൻ കഴിഞ്ഞിട്ട് നമ്മുടെ വീവേഴ്സ് വില്ലേജിന്റെ വിശേഷങ്ങൾ പറയാം. എത്രത്തോളം ആ ഒരു ബിഗ് ബോസ് എന്ന സംഭവം നമ്മുടെ അതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു തോന്നുന്നുണ്ടോ? 2 ഐറ്റം ചെയ്തിട്ടുണ്ട്. ഒന്ന് പേര് നല്ലോണം ഒബ്വിയസ്ലി എല്ലാരും വേൾഡ് വൈഡ് അത് അറിഞ്ഞു. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു. അപ്പം എന്നെ മാത്രല്ല, പേഴ്സണലി അല്ല, എന്റെ ബിസിനസിനെ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഗൂഗിൾ അക്കൗണ്ട്സ് ഒക്കെ പോയി. അങ്ങനെ ഞങ്ങൾക്ക് കുറെ ബാഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫേക്ക് അക്കൗണ്ട്സ് ഒന്നും കുറെ പേര് പുറത്ത്, എനിക്കറിയാലോ ശത്രുക്കൾ ഒരുപാട് പേരുണ്ട്. പല കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്ന് PR വഴിയും ഒക്കെ ഭയങ്കരമായിട്ട് അത് ഒരു എന്താ ബാഡ് റിവ്യൂസ് ഒക്കെ ഇട്ട് നമ്മുടെ സീസണിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന്റെയോ. അപ്പം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ റിക്കവർ ആയി വരികയാണ്. എന്നാലും ഓൾറെഡി ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആർ ദേർ. പറഞ്ഞില്ലേ കുട്ടി, ഈ നാട്ടിലൊന്നല്ലേ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് വന്നത് എനിക്കല്ലേ. അത് പേഴ്സണലായിട്ട് മാത്രല്ല, അത് ഇഷ്യൂ അതിനകത്ത് നമ്മുടെ ഇതിനകത്ത് സീസണിനകത്ത് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തുവായിരുന്നു. ബിസിനസിനെ എഫക്ട് ചെയ്ത കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. അപ്പൊ വിഷമയിൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സംഭവം. പക്ഷെ അതല്ല, എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളവർ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ പോലെ പല അടികളും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വിട്ടിട്ട് നെവർ ഗിവ് അപ്പ്, ലൈക്ക് ഐ സെഡ്. സോ നമ്മള് വീണ്ടും അതിനുവേണ്ടി വർക്ക് ചെയ്യും. വിൽ ഓവർകം. ഒബ്വിയസ്ലി നമ്മൾ അതിനു വേണ്ടിയിട്ടല്ലല്ലോ ഇത്രയും കഷ്ടപ്പെട്ടത്. അതാണ് കോൺഫിഡൻസ്. ചേച്ചിയുടെ കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് ഈ വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ സംഭവം വന്നത്? അത് കോൺസെപ്റ്റിൽ എന്ന് പറഞ്ഞാൽ, എനിക്ക് MBA കഴിഞ്ഞപ്പോഴേ എനിക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ടായിരുന്നു. ഐ വാസ് വർക്കിംഗ് വിത്ത് എ കമ്പനി. ആൻഡ് ദെൻ അതിനുശേഷം തിരിച്ചിട്ട് വേണത്തേക്ക് വന്നതിന് ശേഷം ഒരു ഞാൻ പറയില്ല, ഈ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നതല്ല. നമ്മളൊരു പ്രോബ്ലം കാണുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഒരു, അതായത് ഞാൻ റിയാക്ട് ചെയ്യുന്നതാണ് ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഈവൻ ബിഹൈൻഡ് എവറി പ്രോഡക്റ്റ് ദർസ് എ സ്റ്റോറി ടു ടെൽ എന്ന് പറയും. ഇപ്പൊ തന്നെ നമ്മൾ അടുത്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ കൈത്തറിയിലാണ് തുടങ്ങിയെങ്കിൽ പോലും പിന്നെ ക്ലോത്ത് ബാഗ്സ് അങ്ങനത്തെ പല ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സിൽ തുടങ്ങിയെങ്കിലും ഇപ്പത്തെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബാംബൂ ടൂത്ത് ബ്രഷ് ആണ്. സോ വൈ നോട്ട് എന്നുള്ള കാര്യം അല്ലേ. അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പം ഡെയിലി ഇപ്പം ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, പക്ഷെ അത് യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് പറഞ്ഞാൽ എത്ര കാലമാണ് നമ്മുടെ ഭൂമിയിൽ അത് എല്ലാ മാസവും നമ്മൾ അത് കളയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ സ്പെഷ്യലി ഒരു 3 ബ്രഷെങ്കിലും 2 നേരം തേക്കണം. 3 ബ്രഷെങ്കിലും ഒരാഴ്ച എനിക്കൊരു ബ്രഷ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ ത്രികോണയാവും. അപ്പം അത് ഇത്രയും നമ്മളൊരു പൊല്യൂട്ടന്റ് ആണ്. അപ്പൊ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഏകദേശം അത്രയും ആ ഒരു റീസണബിൾ റേറ്റിൽ നമുക്ക് ബാംബൂൽ, അത് കംപ്ലീറ്റ്ലി ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടിയാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂലേ? പിന്നില്ലേ,
അപ്പൊ അവിടെ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയില്ലേ. അപ്പൊ അതുപോലെ ഓരോ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര പോയിന്റ് ഓഫ് വ്യൂല് ആലോചിച്ച് നമ്മൾ തുടങ്ങിയത് ഇതിലായിരുന്നു, എന്തായിരുന്നു, ബാഗ്സിലായിരുന്നു, ക്ലോത്ത് ബാഗ്സ്. ആ സമയത്ത് ഇതുപോലെ ഒരു ക്രൈസിസ്, നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഇഷ്യൂ വന്നപ്പോൾ അതാണ്, യു ജസ്റ്റ് നീഡ് ടു സീ and identify that problem, understand, then create that problem, create that product and then deliver it at the right time. എല്ലാവർക്കും പറ്റില്ല ടു ബി ഓണസ്റ്റ്. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും, പറ്റാത്ത എന്നുള്ളത് അല്ല, പക്ഷെ ഓരോരുത്തർ കാണുന്ന കോവിഡിന്റെ സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ മാസ്ക് ആണ് ആയുർവേദിക് മാസ്ക്, ടേമറിക്കിന്റെയും അപ്പം കോവിഡിന്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മരത്തിന്റെ മണ്ണിലായിരുന്നു. ശരിക്കും ഞാനും നമ്മുടെ ഗ്യാങ് കുറച്ചു പേരും ഒക്കെ ഇത് പറിക്കാൻ പോവായിരുന്നു. നീമില്ല എവിടെയൊക്കെ വീട്ടിലുണ്ടോ അതൊക്കെ പറിച്ച് വീട്ടിൽ ഇരുന്ന് എനിക്ക് ഇതായിരുന്നു പണി. ഡൈ ഉണ്ടാക്കി അത് സക്സസ് ആയിട്ട് പിന്നെ അത് നമ്മള് ബൾക്ക് മാനുഫാക്ചർ ചെയ്യണ്ടേ. ഹ്യൂജ് സക്സസ് ആയിരുന്നു. നമ്മൾ ആ സമയത്ത് കോവിഡിന്റെ സമയത്ത് സർവൈവ് ചെയ്ത് അങ്ങനെയാണ്. അപ്പം ക്രൈസിസിൽ നിന്ന് നമ്മൾ എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ടാലന്റാ ശരിക്കും. പിന്നെ അഗൈൻ ഈ പറഞ്ഞ പോലെ എംപത്തി എന്നുള്ളൊരു കാര്യം, നമ്മളൊരു സോഷ്യൽ ഓൺടർപ്രണർ ആകുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിൽ നിന്നാണ് ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്, നോട്ട് ഹിയർ. എപ്പം പറയും ഓൺടർപ്രണേഴ്സ് ആകുമ്പോഴത്തേക്ക് ഫുള്ളി നമ്മുടെ പോക്കറ്റ് നിറയാൻ നമ്മൾ ഗ്രോ ചെയ്യാൻ. ബട്ട് അത് വേ അറൗണ്ട് നമ്മൾ എംപത്തറ്റിക് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിനെയും കൂടെ എങ്ങനെ കൂടെ ഗ്രോ ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ പ്രോബ്ലംസിന് ഐഡന്റിഫൈ സൊല്യൂഷൻ കാണുക എന്നൊക്കെ ഉള്ള രീതിയിലാണ്. എസ്പെഷ്യലി വി തിങ്ക് ഫ്രം ഹിയർ, നോട്ട് ഫ്രം ഹിയർ. വേണം, ഇല്ലാന്ന് പറയില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മള് 20% ഷുഡ് ബി ഡെഫിനറ്റ്ലി. ബട്ട് പക്ഷെ അത് ഭയങ്കര റയർ സംഭവമാണ്. കാരണം ആ പേഴ്സ്പെക്ടീവ് കാണാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ് എനിക്ക് തോന്നുന്നു. ചെയ്യണം. നമ്മളിപ്പം ഇത് ജസ്റ്റ് പ്രോഡക്റ്റിനെ പറ്റിയും ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ പറഞ്ഞേ. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ബിഗ് ബോസിനകത്ത് ആണെങ്കിലും പുറത്താണെങ്കിലും നമ്മുടെ ചുറ്റും കാണുന്ന ഇഷ്യൂസിന് നമ്മള് റിയാക്ട് ചെയ്യണം. ചെയ്യാതെ പോകുമ്പോഴാണ് ആ ഇഷ്യൂസ് അവിടെ ഇഷ്യൂ ആയിട്ട് തന്നെ കിടക്കുന്നത്. ഇപ്പൊ നമ്മളൊരു പോർട്ട് ഹോള് കാണുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പ്രിന്റ് മീഡിയക്ക് വേണ്ടിയിട്ട്, മീഡിയ ഹൗസിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോയി. അവർ പറഞ്ഞു ഇതുപോലെ ആ റോഡ് മുഴുവനും, നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു റോഡ് മുഴുവനും പോർട്ട് ഹോൾസ് കിടക്കണം. അത് ഈ മീഡിയ ചെയ്യുന്നതും അതല്ലേ. നമ്മള് ഇതിലേക്ക് ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി, ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ ഒരു ഫോട്ടോ എടുക്കാൻ പോയി. ഞാൻ കണ്ട് ചിരിച്ചോണ്ടാണ് ഫോട്ടോ എടുത്തത്. ബിക്കോസ് ആ പോർട്ട് ഹോളിനകത്ത് ആ ഇതിനകത്ത് മീനുണ്ടായിരുന്നു. സത്യം, അമ്മ സത്യം, അതിനകത്ത് മീന്, കുഞ്ഞു മറ്റേ ആകാശം, മറ്റേ ഇത് കാണുന്ന കളർ മീനുകളുണ്ടല്ലോ, അതിനകത്ത് ഉണ്ടായിരുന്നു. സത്യം, നമ്മുടെ തോട്ടില് കാണുന്ന മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ അത് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ റിയാക്ട് ചെയ്യാന്നുള്ളൊരു അല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പം എന്റെ എൽഷിദായിലെ ഒരു വൺ മിഷൻ പ്രോജക്റ്റ് എടുത്താൽ തന്നെ കുട്ടികളെ ഞാൻ കണ്ടിട്ട് അന്ന് കുട്ടികളല്ലേ, വല്ലവരുടെയും കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പോയിരുന്നെങ്കിൽ ഇത്രയും കുട്ടികളെ റെസ്ക്യൂ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. മനസ്സിലായില്ലേ? അതിപ്പോ എന്റെ ഒറ്റ ഒരാളുടെ, എനിക്കൊന്നും അറിയാത്ത ഒരാള് അതിന്റെ പുറകെ പോയി ഇത് എഫേർട്ട് ഇട്ട് ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ നമ്മളെല്ലാരും ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി പോലും സ്ട്രീറ്റിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈവൻ സ്മോൾ തിങ്സ് കംപ്ലൈന്റ് ബോക്സ് ആവണമെന്നല്ല പറഞ്ഞത്. പക്ഷെ ആ ചേഞ്ച് നമ്മൾ സമൂഹത്തിൽ നമ്മൾ എല്ലാവരും വിചാരിച്ചാലും നടക്കുള്ളൂ. ഓരോരുത്തരും വിചാരിക്കണം. ഈവൻ ഫോർ എക്സാമ്പിൾ സ്മോൾ തിങ് ടു വോട്ട്, ഇറ്റ്സ് ആർ റൈറ്റ്. എത്ര യങ്സ്റ്റേഴ്സ് പോയി വോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ബ്ലെയിം ഗെയിം കളിച്ചിട്ട് കാര്യമില്ല. റൈറ്റ് കാൻഡിഡേറ്റ്, അവിടെ പാർട്ടി എന്നുള്ള കാര്യം ഞാൻ നോക്കാറില്ല. ഐ ഡോണ്ട് ബിലോങ് ടു എനി പാർട്ടി. എനിക്ക് അങ്ങനെ ഒരു ഇതേ, ഐ എം നോട്ട് ഇൻ ടു പോളിറ്റിക്സ് അറ്റ് ഓൾ. പക്ഷേ ഇറ്റ്സ് മൈ റൈറ്റ് ടു വോട്ട്. എന്റെ റെസ്പോൺസിബിലിറ്റി കൂടെയാണ് ദ റൈറ്റ് പേഴ്സണെ പവറിലേക്ക് കൊണ്ടുവരിക. ആ പവർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ആ പുള്ളിക്കാരന്റെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഇതാണ്. മനസ്സിലായില്ലേ? അപ്പം അല്ലാതെ നമ്മള് ചുമ്മാ ഇത് ചെയ്തിട്ടും കാര്യം ക്രൈ ചെയ്തിട്ടും ഒന്നും മാറുന്നില്ല, നമ്മുടെ നാട് ഇങ്ങനെയാണ് നശിച്ചു പോകുന്നു പറഞ്ഞിട്ട് അതെല്ലാരും ചെയ്യണം. വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്തില്ലേ, അത് കഴിഞ്ഞ് അവരൊരു പവറിലേക്ക് വന്നു കറപ്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾക്ക്. അതുപോലെ പല കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളും ട്രൈ ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ സ്മോൾ തിങ്സ് ഞാൻ എപ്പോഴും പറയും. അല്ലേ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഈവൻ അതിനകത്താണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടുകൊണ്ടിരുന്നു. അപ്പൊ പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. കവറപ്പ് യു ഹാവ് ടു ഫേസ് യുവർ പ്രോബ്ലംസ്, നോട്ട് ലൈക്ക് ഓടിപ്പോണമെന്നില്ല. പക്ഷെ അത് വേറെ ഇത് വേറെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് പ്രയോറിറ്റൈസ്. യെസ്, ദാറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ ചേച്ചി, ഇപ്പൊ നമ്മൾ ബിഗ് ബോസിൽ പോയിട്ട് ഇറങ്ങുമ്പോ ഉണ്ടല്ലോ, ചിലർക്ക് ഭയങ്കര നെഗറ്റീവ് ഫെയിം ആയിരിക്കും വരാം, അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുന്നവരുണ്ട്, ചിലർക്ക് ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുന്നവരുണ്ട്. ചേച്ചിക്ക് പേഴ്സണലി അതിൽ നിന്ന് ഇറങ്ങിയപ്പോ ചേച്ചിയുടെ ലൈഫിൽ വാട്ട് ഹാപ്പൻസ്, അല്ലെങ്കിൽ വാട്ട് ഡു യു ഫീൽ
ഭയങ്കര പോസിറ്റീവ് വെച്ചാൽ മോർ പവർ യെസ് ടു മീ എന്ന് പറയും. ഇപ്പം ടച്ച് വുഡ് അത് ഈ പറഞ്ഞ പോലെ ഇത്രയും മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എനിക്ക് 100 days നിൽക്കാൻ പറ്റുക, ബീങ് ആ പറഞ്ഞ റിയൽ ആയിട്ട് തന്നെ നിന്ന് ജയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മാറ്റമാണ്. അത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ കണ്ട ഒരു മാറ്റമാണ് അല്ലേ. ദാറ്റ് ഇറ്റ്സ് ചേഞ്ചിങ്. നമ്മളെ പോലുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സമൂഹം എന്നുള്ളൊരു കാര്യം. പോസിറ്റീവ് ചേഞ്ച് ആണ്. ആൻഡ് ഐ ഫീൽ സോ ബ്ലെസ്ഡ്, ലവ്ഡ് അറ്റ് ദ സെയിം ടൈം. എവിടെ പോയാലും ആ ഒരു റെസ്പെക്റ്റും ജെന്യുവിൻ സ്നേഹവും കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ടച്ച് വുഡ് ഭയങ്കര. ചേച്ചിയുടെ ആ പവർ എല്ലാവർക്കും അറിയാൻ പറ്റി, ടു ബി ഓണസ്റ്റ്. പവർ എന്നല്ലടാ, ഇപ്പൊ സംസാരിക്കുമ്പോ ഈവൻ ഐ ഫീൽ ദാറ്റ് അത് പോസിറ്റീവ് എനർജി കൊടുക്കാന്നുള്ളൊരു കാര്യം. യെസ്, നമ്മള് ഉള്ളില് ഒബ്വിയസ്ലി ഞാൻ കിടിലമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ എല്ലാരും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ പറഞ്ഞ എപ്പോഴും എല്ലായിടത്തും പോകുമ്പോഴും ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തന്നെയാണ് ആ ഒരു ഇത് തരുന്നത് നമുക്ക്. അത് ആ ഒരു പവർ ഉണ്ടാവണമെങ്കിൽ അതിലേക്കുള്ള യാത്ര തുടരുക. ഇപ്പൊ ചേച്ചി പറഞ്ഞു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര സ്ട്രോങ് ഫ്രണ്ട്ഷിപ്സ് ആയിരുന്നു എന്നല്ലേ. അപ്പൊ ഇപ്പം ഒരു 1 year കഴിഞ്ഞു. ഇപ്പൊ ആ ജേർണി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചേച്ചിക്ക് തോന്നണുണ്ടോ ആ സമയത്ത് നമ്മൾ സ്ട്രോങ് ആണെന്ന് വിചാരിച്ച കുറെ ഫ്രണ്ട്ഷിപ്പിന് നമുക്ക് അധികം ഒരു ഇത് കൊടുക്കാണ്ട് കണക്ഷൻ പയ്യെ ഡ്രോപ്പ് ആയ പോലെ ഒരു ഫീൽ ഉണ്ടോ? എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ അകത്ത് വെച്ചും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അകത്തുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല ഫ്രണ്ട്ഷിപ്പ്. ഞാൻ ആർക്കും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുമില്ല. വളരെ കുറച്ച് പേർക്ക്, ബിക്കോസ് ആഫ്റ്റർ ഓൾ യു ആർ എ ഹ്യൂമൻ ബീങ്. ഇപ്പൊ 100 ദിവസം നിൽക്കുമ്പോൾ കുറച്ച് പേരെടുത്ത് എന്തായാലും അറ്റാച്ച്ഡ് ആയിപ്പോ. പക്ഷെ ഞാൻ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് എന്റെ വീക്ക്നെസ് അറിയാം. ദാറ്റ് ഞാൻ ഫ്രണ്ട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്, ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പം അതാണ്. അപ്പൊ എനിക്ക് തന്നെ അറിയാം ഞാൻ അവിടെ പോയത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, എയിമോട് കൂടിയാണ്, ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ചിലപ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ടി വരും. ഞാൻ ക്ലോസ് ആവുകയാണെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും, അവരെയും ഹേർട്ടാവും. സോ അതുകൊണ്ട് കുറെയൊക്കെ കാരണം കൊണ്ട് ഞാൻ അവിടെ ഒരു 20% കാണിച്ചിട്ടുള്ളൂ. ഉള്ളില് ബാക്കി 80% സ്നേഹം ഉണ്ടെങ്കിൽ, ഇപ്പൊ ജുനുവിന്റെ അടുത്താണെങ്കിലും നാദുവിന്റെ അടുത്താണെങ്കിലും ബാക്കി ആരുടെ അടുത്താണെങ്കിലും അവിടെ അഞ്ചിയുടെ അടുത്ത് ലച്ചുവിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും. പക്ഷെ ഷോർട്ട് പീരീഡിൽ പെട്ടെന്ന് ഫ്രണ്ട്സ് ആയത് ഒമറിക്കയുടെ അടുത്താണ്. അപ്പം എല്ലാവരുടെ അടുത്തും ഒരു സ്നേഹമുണ്ട്. പക്ഷെ നമുക്കത് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ ആ ഒരു കാര്യം സൈഡ് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ അത് ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ബട്ട് പുറത്തിറങ്ങിയിട്ടാണ് ശരിക്കും പറഞ്ഞ ആ ഒരു സ്നേഹം ശരിക്കും പ്രകടനം. എനിക്ക് തോന്നുന്നു നാദുവിന്റെ അത് പിന്നെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ പ്രാങ്കിന്റെ സമയത്ത് എനിക്ക് അവളുടെ അടുത്തുള്ള സ്നേഹം കുറെയൊക്കെ പൊട്ടിത്തെറിച്ചപ്പം ചിലപ്പം അത് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും കുറെ പേർക്കൊക്കെ. എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. ബിക്കോസ് അല്ലാതെ നമ്മൾ നമ്മളൊരു ആള് ഇഷ്ടപ്പെടാത്ത ഒരാള് നമ്മളെ ഹേർട്ട് ചെയ്താലും നമ്മളത് ഹേർട്ട് ആവത്തില്ല അധികം. വേറെ ആരുടെ അടുത്തും ഞാൻ അത്രയും പൊട്ടിത്തെറിച്ചില്ലല്ലോ. ബിക്കോസ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാള്, ഞാൻ നമ്മുടെ ഇത് എന്ന് പറഞ്ഞ വിശ്വസിച്ച് സ്നേഹിച്ച ഒരാള് നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമ്പോ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും? പുറത്താണെങ്കിൽ എങ്ങനെ റിയാക്ട്? അതേ ഞാൻ ചെയ്തോളൂ. റിയൽ ആയിട്ട് നിന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ബട്ടറി ആ ഒരു ഇതിലോ അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് മീ. പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഞാൻ അങ്ങനെ അല്ല. അപ്പം ഇപ്പം ഞാൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമുക്ക് എല്ലാവർക്കും വിളിക്കാൻ പറ്റുന്നവരൊക്കെ വിളിക്കുന്നുണ്ട്. ഡെയിലി ആരെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ട്. വി ആർ ഇൻ ടച്ച്. അതാണ് ഞാൻ പറയാം, ഒരു ഫാമിലി. ഇപ്പം ഇന്നലെ ആരോട് സംസാരിച്ചത്, അതും സെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ശ്രുതിനെ കണ്ടു. അപ്പൊ കുറെ നാൾക്ക് ശ്രുതിനെ കണ്ടു. അപ്പൊ പറയായിരുന്നു വീട്ടിൽ പോകണം തോന്നുന്നു. എനിക്ക് വീടെന്ന് പറയുമ്പോ ഇപ്പൊ നമുക്ക് ബിഗ് ബോസ് ഹൗസ് ആണ്. അവിടെ നിന്നപ്പോ പുറത്ത് പോയാൽ മതി എന്ന് തോന്നുന്നു. പക്ഷെ അകത്ത് നിൽക്കുമ്പോ പുറത്ത് നിൽക്കുമ്പോ അകത്തോട്ട് പോകണം എന്ന് തോന്നും. ശരിക്കും ലൈക്ക് ശരിക്കും മിസ് ചെയ്യണുണ്ടായിരുന്നു നമ്മള്. സ്പെഷ്യലി വീഡിയോസ്. വൈ നോട്ട്? പോവും, ഉറപ്പായിട്ട് പോകും. ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു, പലരും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒരു ബ്രേക്ക് എടുക്കണം. ഇപ്പൊ 1 year ആയില്ലേ. സോ ഇറ്റ്സ് ലൈക്ക് വൈ നോട്ട്? ഇഷ്ടമുള്ളൊരു, പിന്നെ നിങ്ങൾ ആരോടത്ത് ചോദിച്ചാലും പറയും നമ്മുടെ സീസണില്. വേറെ സീസൺ എനിക്കറിയില്ല, എന്തായാലും നമ്മുടെ സീസണിൽ ആരോട് ചോദിച്ചാലും അവര് പോകുന്നേ പറയുള്ളൂ. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. എന്താ ഇനി പോവാണെങ്കിൽ അറിയില്ല, മറ്റത് നമ്മുടെ സെയിം ഫാമിലി തന്നെ അതിനകത്തുണ്ടെങ്കിൽ അടിപൊളി. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ബോണ്ടായില്ലേ, എല്ലാവരുമായിട്ട് ഒരു ബോണ്ടായി. പക്ഷെ പുതിയ ആൾക്കാരാണെങ്കിൽ പുതിയൊരു എക്സ്പീരിയൻസ് ആയി. റെഡിയാണ് അപ്പോഴും പോവാൻ. ഇപ്പൊ ചേച്ചിക്ക് ആരുടെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഒരു അതിന്റെ ഉള്ളിലിട്ടാ ഒരു ഗെയിം സ്ട്രാറ്റജി പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? അവിടെ നിൽക്കുന്ന പലരും അത് ഉണ്ടായിരുന്നല്ലോ. ഗ്രൂപ്പിസം ഒക്കെ ഉണ്ടായിരുന്നു. അതായിരിക്കും ആദ്യം ഈ വാക്കെടുത്ത് പറഞ്ഞ വ്യക്തി ഗ്രൂപ്പിസം എന്ന് പറഞ്ഞു. ബിക്കോസ് ഐ ഫെൽറ്റ് ദാറ്റ് തിങ്.
മനസ്സിലായി. ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഞാൻ ആരുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആവരുതെന്ന് വിചാരിച്ചു. രണ്ടാമത്, എനിക്കൊരു ഗ്രൂപ്പിന്റെയും ഭാഗം ആവണ്ട, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, കളിച്ച് ജയിക്കുക, കളിക്കാൻ പറ്റുമോ ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുക എന്നുള്ളൊരു. എന്നാലും നമ്മൾ എന്തിനാ പറയുന്നത്, നമ്മളെ മനസ്സിലാക്കാനും നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണെന്നും മെന്റൽ സ്റ്റെബിലിറ്റിയും ഇതൊക്കെ നമ്മൾ മൈൻഡ് ഗെയിമാണ്, അത് പ്രൂവ് ചെയ്യാനും അതിനാണ് നമ്മൾ പോയതല്ലേ. അപ്പം കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലോട്ട് ചെയ്ത് കളിക്കുന്നത് ആർക്കും വേണമെങ്കിലും കളിക്കാം പറ്റും അല്ലേ. അല്ലാതെ ഒറ്റയ്ക്ക് നിന്നൊന്ന് ജയിച്ച് കാണിക്കട്ടെ. അതാ പാട്. ഈ പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ ഭയങ്കര ധൈര്യം. മാത്രല്ല ഒരാളുണ്ട് അവിടെ നമുക്ക് പോയി സംസാരിക്കാനും ഇത് ചെയ്യാനും. ഭയങ്കര ട്രൂ ഫ്രണ്ട് ആയിട്ട് ഒരാളുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഭയങ്കര കോംപ്ലിമെന്റ് ചെയ്യാനും പുഷ് ചെയ്യാനും, ഒരാള് തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ പറഞ്ഞ് ഇത് ചെയ്യാനും പിടിച്ച് മാറ്റാനും ഒക്കെ ഒരാളുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി. അതൊന്നും ഇല്ലാതെ ഒന്ന് ശ്രമിച്ചു നോക്കണം. അത് പക്ഷെ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നു തോന്നുന്നു. ഭയങ്കര സ്ട്രോങ് ആയി ഞാൻ. അത് ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോ എന്ത് വന്നാലും. അതിന് മുമ്പേ തന്നെ ഒരു 13 years that has given me immense ഒരു സ്ട്രെങ്ത് ആൻഡ് എക്സ്പീരിയൻസസ് ഒക്കെ ഒരു ലേണിംഗ് കർവ് തന്നെയായിരുന്നു എനിക്ക്. പക്ഷെ ബിഗ് ബോസ് വാസ് എ ഡിഫറെന്റ് ലെവൽ, ഒരു ചാപ്റ്റർ ഓൾ ടുഗെദർ. ഭയങ്കര ഒരു അതാണ്. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് കിട്ടിയിട്ടൊക്കെ എനിക്കിപ്പം കൂളാണ്. സൈലന്റ് ആയിട്ടിരിക്കാൻ ഞാൻ പഠിച്ചു ചില സമയം. അതായത് സൈലന്റ് ആയിട്ടിരിക്കാനാണ് പാട്. ഒന്നാമത് ഞാൻ റിയാക്ട് ചെയ്യുന്ന ആളാണ് പെട്ടെന്ന്. പക്ഷെ ഞാനിപ്പോ സൈലന്റ് ആയിട്ടിരിക്കാൻ പഠിച്ചു. പല കാര്യങ്ങൾ വന്നിട്ടും പലതും ഞാൻ കണ്ടിട്ടും ഒക്കെ ജസ്റ്റ് ഇഗ്നോർ. ബിക്കോസ് നമ്മുടെ വാല്യൂ അവിടെ നമ്മൾ താഴ്ത്തേണ്ട ആവശ്യമേ ഇല്ല. ആൻസർ ഡിസേർവ് ചെയ്യുന്നവർ കേട്ടാ പോലെ പറയേണ്ട അടുത്ത് മാത്രം റിയാക്ട് ചെയ്യുന്ന ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യേണ്ട അടുത്ത് റിയാക്ട് ചെയ്യണം. പക്ഷെ ചുമ്മാ അനാവശ്യ സ്ഥലത്ത് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യരുത്. പട്ടികൾ കുറയ്ക്കട്ടെ. അതെ, അതാണ് ശരിക്കും എല്ലാരും പഠിക്കേണ്ട ഒരു ലെസൺ. കാരണം ഇപ്പൊ പേഴ്സണലി ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ചെറിയ കാര്യത്തിന് പോലും ട്രിഗർ ആയി കഴിഞ്ഞാൽ അപ്പൊ റിയാക്ട് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് മിണ്ടാതിരുന്ന കൊള്ളാം എന്നുള്ള ലെവലിലേക്കൊക്കെ എത്തി. ചിലപ്പോ ഞാൻ എനിക്കൊന്ന് ആദ്യമായിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു കമന്റിന് ഞാൻ റിപ്ലൈ കൊടുത്തത്. എനിക്ക് ഇന്നാണ് ഞാൻ കൊടുത്തതെന്ന് തോന്നുന്നു. സോ മെസ്സേജ് ലൈക്ക് കമന്റ് അതിനകത്ത്, ചേച്ചി will you marry me? I felt so cute. I was Ajiyoda so sorry, I am committed എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടായിരിക്കും ഞാനൊരു കമന്റ് കൊടുക്കുന്നത്. ബിക്കോസ് ഐ ഫെൽറ്റ് ലൈക്ക് ഭയങ്കര ക്യൂട്ടായിട്ടും ഫണ്ണി ആയിട്ടും തോന്നിയോണ്ട് മാത്രം കൊടുത്തത്. ബാക്കി എല്ലാത്തിനും കുറെയൊക്കെ ഞാൻ ചിരിച്ച് കളഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ ഹേർട്ടിങ് ആയിട്ടുള്ള രീതിയിൽ. പക്ഷെ എന്നെ ഹേർട്ട് ആയിട്ടില്ല. ടച്ച് വുഡ്. അതാണ് that has given me ഭയങ്കര ഒരു പവർ. അപ്പൊ ഇപ്പൊ ഈ സെഗ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ടൈറ്റിലുകൾ പറയും. ഓക്കെ, അപ്പം അത് ആർക്കാണ് സ്യൂട്ട് ആവുന്ന പേഴ്സൺ എന്ന് പറയണം. അതും നമ്മുടെ സീസൺ 5 ആൾക്കാരെ വെച്ചിട്ട് പറയണം. ഓക്കെ, ഫസ്റ്റ് ടൈറ്റിൽ ഫസ്റ്റ് ടൈറ്റിൽ ചതിയൻ ചന്തു. ആരാണ്? ഹൂ ഇസ് ദാറ്റ് ചതിയൻ ചന്തു? സീസൺ 5 സീസൺ 5 ചതിയൻ ചന്തുവോ? അഖിൽ മാരാര് ചതിച്ച് അവൻ എന്റെ ട്രോഫി എടുക്കൊണ്ടുപോയി. ചുമ്മാ അല്ലാതെ ചതിയൻ ചന്തു എന്ന് പറയുന്നത് ആ പ്രാങ്കിൽ എനിക്ക് തോന്നിയത് നാദൂന്. യൂട്യൂബ് ബ്രൂട്ടസ് നീ. നെക്സ്റ്റ് വൺ, ചക്കിക്കൊത്ത ചങ്കരൻ. ചക്കിക്കൊത്ത ചങ്കരൻ ചക്കിക്കൊത്ത ചങ്കരൻ. അതിനകത്ത് ഉണ്ടായിരുന്നതില് ദേവു ആൻഡ് മനീഷ ചേച്ചി രണ്ടുപേരും ചക്കിക്കൊത്ത ശങ്കരനാണ്. ഭയങ്കര സിംഗ ആയിരുന്നില്ലേ? അതെ. അങ്ങനത്തെ കുറെ പേരുണ്ടായിരുന്നു. പിന്നെ ചക്കിക്കൊത്ത ചങ്കൻ എന്ന് പറയുമ്പോ സെറീന ആൻഡ് റനീഷ, അഖിൽ ആൻഡ് ഷിജഡൻ, പിന്നെ മിഥുൻ ആൻഡ് റിനോഷ്. അങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ നോക്കുന്നോടാ. ചതിയാ. അവൻ അപ്പൂസ്. അപ്പൊ മൂന്നാമത്തെ, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. ചുമ്മാ ഇങ്ങനെ പറയുന്നുള്ളൂ. ആള് ഭയങ്കര പഞ്ചപാവെന്നുള്ള ലേബില് പോലെ. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല.
അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും എന്തായാലും കുഴപ്പമില്ല. പക്ഷെ പാവാണ് കേട്ടോ. കേൾക്കുന്നുണ്ടല്ലേ? ജുനു ജുനു അതുപോലെ തന്നെ ചാടി കളിക്കുന്നുള്ളൂ, ചാടി കൊരയ്ക്കുന്നേ ഉള്ളു, പക്ഷെ അവൻ കടിക്കും. ഓക്കെ. 4-മത്തെ രാവണൻ. രാവണനോ? കഥയിലെ രാവണൻ ആരാണ്? കഥയിലെ രാവണൻ എന്നത്തെ കഥയിലെ രാവണൻ എന്ന് ബിഗ് പറയുന്നത് ബോസ് സീസൺ 5 രാവണൻ ആരായിരുന്നു? ബിഗ് ബോസ് തന്നെ. നമ്മളെ കൊണ്ട് ഇതെല്ലാം അതൊന്നും പറ്റത്തില്ല, ആ കൂട്ടത്തിലുള്ള അല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വേണം കത്തിക്കാനായിട്ട്. അതന്നെ രാവണൻ ബിഗ് ബോസ് അല്ലേ? അത് പറ്റത്തില്ല. രാവണൻ വേറെ ആര് രാവണനുള്ളത്? ബിഗ് ബോസ് മതിയോ? എന്നാ ബിഗ് ബോസ്. ബിഗ് ബോസ് പിന്നെ അല്ല കൊറേ പേര് പറ അതിനകത്തുണ്ടായിരുന്നു. നിനക്ക് എല്ലാത്തിനും ഉത്തരം അതാണ് വേണ്ടത്, എനിക്ക് മനസ്സിലായി. പിന്നെ പറ ആരൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ അതിനകത്ത്? രാവണനോ? എനിക്ക് ഇവന് കൊടുത്തേക്കാം. ആർക്ക്? വിഷ്ണുവിന് കൊടുത്തേക്കാം. ഓക്കെ, വിഷ്ണു ചേട്ടനാണ് കഥയിലെ രാവണൻ. കൊടുത്തേക്കാം, ബിക്കോസ് പക്ഷെ എനിക്ക് രാവണന് ഇഷ്ടമാണ്. അപ്പൊ വിഷ്ണു ചേട്ടൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അല്ല ഞാൻ പറഞ്ഞത് രാവണൻ ഇഷ്ടം. അല്ല രാവണൻ എനിക്ക് ഇഷ്ടമാണ്. ഇതിനകത്ത് അവൻ രാവണനായിട്ട് എനിക്ക് തോന്നിയൊരു ഒരേ ഒരു ഇതെന്ന് പറയുന്നത് മറ്റേ കറക്ക് കമ്പനിയില് അവൻ ഇട്ട് കളഞ്ഞത്. അത് ഗെയിമിന്റെ ഭാഗത്തായിട്ട് ശരിയാണ്, പക്ഷെ കൊറേ പേര് അത്രയും എഫേർട്ട് ഇട്ടതിനൊരു, പക്ഷെ അതിന് അവന്റേതായ ജസ്റ്റിഫിക്കേഷൻ അവനുണ്ട്. നെക്സ്റ്റ് വൺ, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് തെരഞ്ഞു പിടിച്ച് അപ്പൂസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും അവരായിട്ട് ഇപ്പൊ ഒരു സന്തോഷമായിട്ടുള്ള 6 മണി ഇപ്പൊ തന്നെ അങ്ങ് തീർക്കാന്നുള്ളൊരു. ഓക്കെ, പറഞ്ഞോ, ആരാണ് ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഉണ്ടാവോ? എന്ത് പഞ്ഞാണ് നോക്കുന്നത്? അടി ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഒരു കുഴപ്പമില്ല അവളുമായിട്ട്. ആരുള്ളത് അതിനകത്ത്? അങ്ങനെ അറിയില്ല എനിക്കങ്ങനെ. ഇല്ല. ആരൊക്കെ ഉണ്ടായിരുന്നു സീസണിനകത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റും? അങ്ങനെ കൊടുക്കാൻ പറ്റിയത് ആരുമില്ല. അങ്ങനെ ഒരു പഞ്ഞമായിട്ടുള്ളവരാരും വിട്ടേക്ക്, കുഴപ്പമില്ല. ഓക്കെ, 6-മത്തെ കണ്ണീർ പുത്രി. മനീഷ ചേച്ചി. അതും ഒരു ഇതടിച്ചിട്ടുണ്ടായിരുന്നില്ലേ കമന്റ്? ചേച്ചി എന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ 6 കിലോമീറ്റർ അപ്പുറത്ത് ആർക്കെങ്കിലും ഒന്ന് പറ്റിയ ചേച്ചി സത്യമാണ്. അപ്പം മനീഷ ചേച്ചിക്ക് കൊടുക്കാം ആ പട്ടം. ഓക്കെ, കണ്ണീർ പുത്രി മനീഷ ചേച്ചിക്ക്. ഓക്കെ, അപ്പൊ ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി 3-മത്തെ സെഗ്മെന്റ്. ഇത് കുറച്ച് വിജൃംഭിച്ച സെഗ്മെന്റ് ആണ്. അപ്പൊ പ്രാങ്ക് കോൾ ചെയ്യാൻ ഇഷ്ടമല്ലേ? അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബിഗ് ബോസിൽ ഇത് കഴിഞ്ഞിട്ട് തന്നെ മറ്റുള്ളവർ എനിക്കിട്ട് റോസ്റ്റ് ചെയ്ത് അടുത്ത പ്രാങ്കി കൊല്ലാൻ വേണ്ടിട്ടല്ലേ അമ്പടി. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാ, ചേച്ചി വിളിക്കണം. ഏതെങ്കിലും ഒരു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് പറയണം മലയാളത്തിൽ ഒരു പുതിയ ചാനൽ ബിഗ് ബോസ് പോലത്തെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ 1 ഇയർ നമ്മൾ അവിടെ നിൽക്കണം. പക്ഷെ നമ്മൾ അതിന് 2 lakhs അങ്ങോട്ട് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ഇൻട്രസ്റ്റഡ് ആണോ പോകാന്നുള്ള രീതിയിൽ വിളിച്ച് സംസാരിക്കണം. ആരെ വിളിക്കും? പക്ഷെ 1 crore ആണ് അതിന് പ്രൈസ് മണി എന്ന് പറയാം. ഓക്കെ, പറഞ്ഞു. ഇടുമ്പോ എന്തെങ്കിലുമൊക്കെ അവർക്കൊരു ഇത് തോന്നണ്ടേ? വിളിച്ചോ? ഉറപ്പായിട്ടും അവരെ വിളിച്ചോ വിടുവോ? ഞാൻ എന്തായാലും പോവല്ലോ. അപ്പൊ ആരെ വിളിക്കാൻ പോണേ? നാദുനെ. എനിക്കിട്ട് അവളല്ലേ പ്രാങ്ക് ചെയ്ത്. പിന്നെ അവൾക്കിട്ട് തന്നെ ഒരെണ്ണം കൊടുക്കാം. വിളിച്ചോ. ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിക്കണം അല്ലേ? അവളെടുക്കും തോന്നില്ല, CCL നിക്കുക. ഇന്ന് കഴിഞ്ഞാണല്ലോ. She will understand. Normal call അല്ല, WhatsApp call. Okay. ഹലോ, നീ എവിടെയാണ്? നിൽക്കുന്നേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാ വിളിച്ചത്. അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി. അന്ന് CCL എങ്ങനെ ഉണ്ടായിരുന്നു? ശരി. ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാൽ എന്നെ ഒരു പുതിയ ചാനലിൽ നിന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെടി. ഒരു പുതിയ അടിപൊളി ഒരു പ്രോഗ്രാം. നമ്മുടെ ബിഗ് ബോസ് പോലെ തന്നെയാണ്, പക്ഷെ 1 ഇയർ നിക്കണം എന്ന്. പക്ഷെ പ്രൈസ് മണി നീ ചോദിക്കും എത്രയാന്ന്? 1 CR. ഇത് റിലയൻസിന്റെ ഒരു ചാനല്.
ഞാൻ റെഡി. നീ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്തു. പക്ഷെ only പ്രോബ്ലം ഇസ് 2 lakhs കൊടുക്കണം എന്ന്. അങ്ങോട്ട് നമ്മൾ ആദ്യം പേ ചെയ്യണം, ഒരു ഇനിഷ്യൽ ഒരു ഇതുപോലെ. ഇതിന് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട്? എടി ജെന്യൂനിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോവോ? ഞാൻ കമ്മിറ്റ് ചെയ്യുവോ? പോവില്ലല്ലോ. നീ റെഡിയാ? നീ എങ്ങനെ? ഞാൻ റെഡി. നീ ഓക്കെ ആണെങ്കിൽ ഞാനും ഉണ്ട്. 2 lakhs എങ്ങനെ ഒപ്പിക്കും? അത് ദാറ്റ്സ് നോട്ട് പ്രോബ്ലം. നമുക്ക് ഇപ്പൊ പേയ്മെന്റ് കിട്ടാനുണ്ടല്ലോ നമുക്ക്. ശരിയാ, ബാക്കി പൈസ തരാനുണ്ടല്ലേ ഡേ. നീ ഓർമ്മിച്ചോ നന്നായി, ഞാൻ മറന്നിരിക്കായിരുന്നു. ഞാൻ ചോദിക്കണല്ലോ ചേട്ടൻ്റെ അടുത്ത്. ചോദിക്കണ്ട, അവര് തരട്ടെ. ഇപ്പൊ തരേണ്ടതായിരുന്നു ഇന്ന് നാളെ ഈ ആഴ്ച തരണം. അപ്പൊ അത് തന്നില്ലെങ്കിൽ നമുക്ക് അപ്പൊ 2 lakh എപ്പം കൊടുക്കണോന്ന് എന്തോന്ന് മ്യൂട്ടഡ് ആയി. 2 lakh എപ്പം കൊടുക്കണോന്ന്? 2 lakh കൊടുക്കേണ്ടത് തുടങ്ങുന്നതിനൊക്കെ മുമ്പേ. നമ്മളിപ്പം നമുക്ക് അഡ്വാൻസ് കിട്ടിയില്ലേ അതുപോലെ. ഓക്കെ, അപ്പൊ നമുക്കിത് റെമ്യൂണറേഷനോ? അതുണ്ടാവും, അത് നമ്മൾ സംസാരിച്ച് ഓരോരുത്തർക്കും ഓരോ ഇത്. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഇരിപ്പുണ്ട്, ഞാൻ കൊടുക്കട്ടെ. നീ ഒന്ന് സംസാരിക്ക്. എന്തായാലും ഞാൻ കമ്മിറ്റ് ചെയ്തു. നീ ഉറപ്പാണല്ലോ അല്ലേ വരുന്നത്? പിന്നെ മാറരുത്, തേക്കരുത്. ചാനലാണോ ഇപ്പൊ സംസാരിക്കുന്നത്? ചാനലില് മീൻസ് ഏത് യൂട്യൂബ് ചാനലാ? യൂട്യൂബാ? എന്ത് യൂട്യൂബ്? പൊന്നു ശോഭേ. ഹലോ ഹലോ, നാദ്രയാണോ? ഹലോ, അതെ. നമ്മൾ ആക്ച്വലി നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇൻട്രസ്റ്റഡ് ആണോ? എനിക്ക് കോള് മനസ്സിലായി, അതുകൊണ്ടാട്ടോ. ഇല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കണയാ. നമുക്ക് പെർ ഡേ വെച്ച് ഹലോ നമുക്ക് 2 lakhs ആണ് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. നമുക്ക് പെർ ഡേ പക്ഷെ പേയ്മെന്റ് കുറച്ച് കുറവാണെങ്കിലും നിങ്ങൾക്ക് ആ ഫെയിം സംഭവങ്ങളൊക്കെ കിട്ടും. ആണോ? എന്നാ പേയ്മെന്റ് എനിക്ക് അത്യാവശ്യം വേണം. 2 lakh കൊടുക്കുന്നില്ലേ? പക്ഷെ നമുക്ക് ജയിച്ച പേയ്മെന്റ് കിട്ടും നമുക്ക്. പക്ഷെ പെർ ഡേ ഉണ്ടല്ലോ, പെർ ഡേ പക്ഷെ അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ട്. നമുക്ക് 2000 ഒക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് പെർ ഡേ 1 lakh എങ്കിലും കിട്ടണം, എന്നാലേ ഞാനുള്ളൂ. 2000 ഉണ്ട്. 2000 ഞാൻ വാങ്ങുന്ന ചപ്പലിന് പോലും ഉണ്ടാവില്ല ചേച്ചി. 10,000 ഒക്കെ. മനസ്സിലായോ? ഇല്ല. സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ്. മൈൽ സ്റ്റോൺ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി. അല്ലല്ല, അവൾക്ക് മ്യൂട്ട് ഇട്ടപ്പോ അവൾക്ക് കത്തി. മ്യൂട്ട് ഇട്ടപ്പോഴാണ് മനസ്സിലായത്. പോരുതായിരുന്നു. മ്യൂട്ട് ഇട്ടല്ല, തുടക്കം ഈ പിന്നെ 1 year ആണ് 1C എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനത്തെ ഒരു റിലയൻസ് ജെന്യൂനിറ്റി നമുക്ക് അറിയാലോ. പിന്നെ ഒന്ന് പോണി ഒന്നുമില്ല. അവൾക്ക് ആദ്യം ആളവള് വിശ്വസിച്ചേ. അവൾക്ക് മ്യൂട്ട് ഇട്ടപ്പോഴാണ് അവൾക്ക് കത്തിയത്. വിശ്വസിച്ച് ആദ്യം പകുതി വിശ്വസിച്ച് അവള് മ്യൂട്ട് ഇട്ടപ്പോ മ്യൂട്ടാണ് അവളെ. ഞാൻ കൊണ്ടുപോയത് പോട്ടേന്ന് വെച്ചിട്ടാ സമ്മതിച്ചത്. വിഷമം ഉണ്ടാകും. അയ്യോടാ, നീ എനിക്ക് വേണ്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യോണ്ടി. പറഞ്ഞില്ലേ ശോഭയ്ക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ റെഡിയാ. എന്റെ പൊന്നോ, ഇത് കേട്ടല്ലോ, ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണേ. ഞാൻ കുഴിച്ചാണ് അവളും ചാടുന്നു. ആത്മാർത്ഥ നെഞ്ചത്താണ് വെടിയുന്നവൻ പറയല്ലോ, ശ്രീനിവാസ് പറഞ്ഞ പോലെ. ആദ്യത്തെ കോള്, ഫസ്റ്റ് കോള്, ഫസ്റ്റ് കണ്ടസ്റ്റന്റ്. അടുത്ത ആർക്ക് കൊടുക്കാണ് നമുക്ക്? കേട്ടല്ലോ കേട്ടല്ലോ, മറ്റേ ഇഡി എവിടെ? പിന്നെ ചക്കര എവിടെ? നീ അവിടെ ഇരുന്നോ, ഞാൻ ഇന്ന് രാത്രി എത്തും. എന്നിട്ട് എങ്ങോട്ടെങ്കിലും ചലിച്ചാ മതി. ഓക്കെ, ബൈ, ലവ് യു. അപ്പൊ എന്തായാലും ഇന്നത്തെ ഇന്റർവ്യൂ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. എന്തോ ഒരു പൊങ്കാലിട്ട് കഴിഞ്ഞതുപോലെയുണ്ട്. ഒരു സമാധാനം പൊങ്കാലിട്ട് കഴിഞ്ഞതുപോലെയുണ്ട്. അതാ ഭയങ്കര ടയർഡും ആവും, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സോ അപ്പൊ ചേച്ചിയുടെ കൂടെ എനിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര പോസിറ്റീവ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഫീൽ ഉണ്ട്. അങ്ങനെ ആയിരിക്കണല്ലോ. വിമൻ വി ഷുഡ് ഗ്രോ ടുഗദർ. അങ്ങനെ അപ്പൊ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ ചേച്ചിയുടെ ഇനിയുള്ള ഫ്യൂച്ചർ ജേർണിക്ക് എല്ലാം all the very best. All the very best for you too. Thank you. I see a great future. ഒരു എന്താ പറഞ്ഞ ഈ ആങ്കറിംഗ് എന്നുള്ള അടുത്തൊരു ലെവലിലേക്കൊക്കെ പോട്ടെ. എന്തായാലും പോവും, സ്വന്തമായിട്ട് ചാനലൊക്കെ തുടങ്ങട്ടെ.
ഒരു ഭാവി കാണുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ചേച്ചി താങ്ക് യു സോ മച്ച്. Thank you. Love you and big hugs in the yeah.